അനീഷ് അനുമോളെ പ്രപ്പോസ് ചെയ്തപ്പോൾ എനിക്ക് എന്താ ഇത്ര സന്തോഷം? ഉറപ്പായിട്ടും സന്തോഷമുണ്ട്. ഇത് കാരണം വേറെ ഒന്നും കൊണ്ടല്ല, അതൊരു വളരെ മനോഹരമായിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു കോണ്ടന്റ് ആണ്. അതുകൊണ്ടാണ്, ഒരു കോണ്ടന്റ് തന്നെയാണത്. പക്ഷെ ഇതിനകത്ത് അനീഷ് വോട്ടിന് വേണ്ടി ചെയ്തെന്നോ അല്ലെങ്കിൽ ഗെയിം സ്ട്രാറ്റജിക്ക് വേണ്ടി ചെയ്തെന്നോ അങ്ങനെ കുത്തിത്തിരികെ ഒന്നും പറയാൻ ഞാൻ കഴിഞ്ഞ 2 വീഡിയോയിലും നിന്നിട്ടില്ല. അതുപോലെ തന്നെ അനുമോളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഗോ വിത്ത് ദ ഫ്ലോ ആണ് അനുമോള്. അതിപ്പോ അനുമോള് അനീഷിന്റെ കാര്യത്തിൽ നിന്നല്ല, നെവിൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങളും, ഇപ്പൊ അക്ബർ, ആദില, നൂറ അവരുടെ ഇടയിൽ നടന്ന പ്രശ്നം അനുമോള് പ്ലാൻ ചെയ്ത് ഓക്കെ ഇന്ന് രാവിലെ തൊട്ട് ഇത്ര വരെ ഇങ്ങനെ പെരുമാറണം എന്നൊന്നും കരുതിയല്ല അനുമോള് പോകുന്നത്. അതൊരു ഫ്ലോ ആണ്. പക്ഷെ ഇത് സോഷ്യൽ മീഡിയയിൽ എങ്ങനെ വർക്കൗട്ട് ആകുന്നു എന്നുള്ളത് ഇപ്പം TRP കൂട്ടാൻ വേണ്ടിയിട്ട് ഏഷ്യാനെറ്റ് അതിനെ വളരെ മനോഹരമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അത് ലൈവിൽ കാണുമ്പോൾ നമുക്കും അത് അങ്ങനെ തന്നെയാണ്, നമുക്കും അത് മനസ്സിലാവുന്നത്. പക്ഷെ ഒരു ഹെയ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി അനീഷിനെ അങ്ങ് നെഗറ്റീവ് അടിക്കുക, അനുമോളെ നെഗറ്റീവ് അടിക്കുക, ഇത് രണ്ടും എനിക്ക് തോന്നുന്നില്ല അത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഒരു കാര്യം, ഞാനിപ്പോ ഇപ്പൊ 9 ദിവസമല്ലേ ഉള്ളൂ ഇനി, അപ്പം എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് എന്നോട് ഒറ്റ വാക്കിൽ ചോദിച്ചാൽ ഞാൻ ഉറപ്പായിട്ടും പറയും, ഈ സീസൺ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഈ ബിഗ് ബോസിനകത്തായിട്ടുള്ളത് 1 അനുമോളും 2 അനീഷും തന്നെയാണ്. ബാക്കി ഈ പറഞ്ഞ ജിസേൽ, ആര്യൻ, അവർ രണ്ടുപേരും നല്ല 2 മത്സരാർത്ഥികളായിരുന്നു. പക്ഷേ എവിടെയൊക്കെയോ അവരുടെ രണ്ടുപേരുടെയും ഫ്രണ്ട്ഷിപ്പിനകത്ത് ജിസേൽ ആദ്യം തന്നെ കുറച്ച് വീക്കായി പോയി. പിന്നെ ജിസേൽ ഈ ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ മാത്രം പറയുന്നില്ല, ജിസേലിന് ഹെൽത്ത് കുറച്ച് ഇഷ്യൂ വന്നപ്പോൾ കുറച്ച് ലോ ആയി പോയിട്ടുണ്ടോ എന്ന് തോന്നാം. പിന്നെ ആര്യന്റെ കാര്യത്തിൽ സത്യം പറഞ്ഞ വേറെ കുറച്ച് പേര് അവിടെ നിലനിൽക്കുന്നത് കൊണ്ടും അവരെ നിലനിർത്തുന്നത് കൊണ്ടുമാണ് ആര്യൻ ഔട്ടായി പോയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആര്യനും മിടുക്കനായിട്ടുള്ള ഒരു നല്ല മത്സരാർത്ഥിയായിരുന്നു. ജിസേല്, ആര്യൻ, അനുമോള്, അനീഷ്, പിന്നെ ആദില, നൂറ എന്ന് പറയുന്ന 2 കപ്പിൾസ്. ഇതേ നമുക്ക് പെട്ടെന്ന് ഓർക്കുമ്പോൾ ഈ ഒരു സീസണെ കുറിച്ച് എനിക്ക് പറയാൻ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് തോന്നുന്ന ഞാൻ ചൂസ് ചെയ്യുന്ന പേരുകളാണ്. ഇനി വീണ്ടും ഈ ഒരു ലവ് സ്റ്റോറിയിലേക്ക് വരികയാണെങ്കിൽ ഇതൊരു ലവ് സ്റ്റോറി ആണോ എന്ന് പോലും സത്യം പറഞ്ഞാൽ ഉറപ്പൊന്നുമില്ല. എന്തിനാണ് നമ്മൾ ഉറപ്പിക്കുന്നത്? നമ്മൾ ആ ഒരു കോണ്ടന്റിന്റെ ആ ഒരു സീൻ വന്നു, അതിനെ വളരെ ഉത്സാഹത്തോടെ എല്ലാവരും സ്വീകരിച്ചു, അത് മാത്രം പറഞ്ഞാൽ മതി. ഏഷ്യാനെറ്റും അതിനെ വളരെ എന്താ പറയാ റൊമാൻറ്റിക് ആയിട്ട് തന്നെയാണ് ഒരു പ്രൊമോയിൽ കാണിച്ചത്, അതിനെ അങ്ങനെ കണ്ടാൽ മതി. ഇനി ഈ ഒരു പ്രൊമോയ്ക്ക് താഴെ വന്നിട്ടുള്ള കുറേ കമന്റ്സുകളുണ്ട്. അതിനെ ആ ഒരു ഫണ്ണിൽ തന്നെ, അത് ഒരുപാട് പേര് അത്രയും ആസ്വദിക്കുന്നത് കൊണ്ടും അതിനെ ഒരു ഫണ്ണായിട്ട് കാണുന്നത് കൊണ്ടും നമ്മളിതൊരു എന്റർടൈൻമെന്റ് പ്രോഗ്രാം ആണ്. റിയാലിറ്റി ഷോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു വിനോദത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അല്ലാതെ കുറച്ച് മനുഷ്യരെ കൊണ്ടുവന്നിട്ട് അവരെ പഠിപ്പിച്ച് അവർക്ക് കുറച്ച് നല്ല ശീലങ്ങൾ നമ്മളെ കൊണ്ട് കൊടുപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ലല്ലോ. അവർക്കും കുറച്ച് കാശ് കിട്ടും, അവർ കാരണം നമ്മൾ കുറെ എന്റർടൈൻമെന്റ്, നമ്മുടെ കുറച്ച് സമയം കൊല്ലാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഒരു വിനോദം. അപ്പം താഴെ വന്നിരിക്കുന്ന കമന്റ്സുകൾ വായിച്ചപ്പോഴാണ് എനിക്ക് തോന്നിയത്, ഓക്കെ ഇവരെ കുറച്ച് നെഗറ്റീവുകൾ കുറെ പേര് പറയുന്നുണ്ടെങ്കിൽ ആ നെഗറ്റീവുകളൊക്കെ ഇങ്ങോട്ട് എടുത്ത് മാറ്റുക, പോസിറ്റീവായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇൻ കേസ് അനുമോള്, അനീഷ് ഇവരുടെ തമ്മിലുള്ള ഒരു മാരേജ് ഒക്കെ കഴിഞ്ഞു വെച്ചോ, ഉടനെ അനീഷ് ചേട്ടൻ പറയാൻ പോകുന്നത് രാവിലെ എഴുന്നേറ്റ് അനുമോളുടെ അച്ഛ സുപ്രഭാതം, അനുമോളുടെ അമ്മയെ സുപ്രഭാതം, കേൾക്കുന്നുണ്ടോ അനുമോളുടെ അച്ഛ, കേൾക്കൂ അനുമോളുടെ അച്ഛ എന്ന് പറയുന്ന കുറെ ട്രോളുകൾ അല്ലെങ്കിൽ കുറെ അധികം കോമഡികൾ ഈ പറയുന്ന കമന്റ് ബോക്സിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അനീഷിന് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ പണിയായിരിക്കും അനുമോള് എന്ന് പറയുന്ന കുറെ അധികം ഫൺ കമന്റ്സുകളുണ്ട്. പണി എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അനുമോളെ പോലെ ഒരാളെ ഇങ്ങനെ കൊണ്ടുനടക്കണമെങ്കിൽ അനുമോള് പറയുന്ന കത്തി കേട്ട് മടുക്കും അനീഷ്. അതിന്റെ കൂടെ അനീഷ് കേട്ടിരിക്കാൻ നല്ലൊരു മിടുക്കനാണ്. പക്ഷെ എത്ര മണിക്കൂർ പോലും ഒന്നും മിണ്ടാതെ എല്ലാം കേട്ടിരുന്നിട്ട് അവസാനം പറയാൻ പോകുന്നത് എനിക്കിതിനകത്ത് ഒപ്പീനിയൻ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പിന്നെ ഞാൻ കേട്ടു എന്നേ ഉള്ളൂ എന്നായിരിക്കും പറയാൻ പോകുന്നത്. അത്തരത്തിൽ അനീഷും ഒരു ഫൺ ക്യാരക്ടർ തന്നെയാണ്. അനുമോള് ജെനുവിൻ വിത്ത് ഫണ്ണാണ്. അതെന്തായാലും ഈ 2 പേരുടെ കാര്യത്തിലും സ്യൂട്ട് ആവുന്ന ഒരു കാര്യമാണ്. പിന്നെ കുറെ പേരൊക്കെ പറയുന്നുണ്ട് ഒരാൾക്ക് 39 വയസ്സുണ്ട്, ഒരാൾ 30 വയസ്സാണ്, അനീഷ് ഡിവോഴ്സ്ഡ് ആണ്. അത്രയും കാട് കയറണ്ട, അതൊക്കെ അവരുടെ വീട്ടുകാരും അവരും തന്നെ തീരുമാനിച്ചോളും. നമ്മൾ തീരുമാനിക്കേണ്ട കാര്യം അതല്ലല്ലോ. ഈ ഒരു സീസണിൽ ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ വരാൻ പോകുന്നു. പിന്നെ ഈ അനീഷ് ഒരു കാര്യത്തിൽ മാത്രമാണ്, ആ ഒരു കാര്യത്തിൽ എനിക്കൊരു ഡൗട്ടുള്ളൂ. ഇനി ആ കൂടി 9 ദിവസം എന്തായാലും ബിഗ് ബോസ് കഴിഞ്ഞിട്ട് അനുമോളോട് ഇത് സംസാരിക്കാം എന്ന് തീരുമാനിച്ചാൽ മതിയായിരുന്നല്ലോ. അത് അനുമോള് ആദിലെടുത്ത് പറയുന്നുണ്ട്. പകരം ഈ ഒരു സ്റ്റേജിൽ തന്നെ പറയേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അത് മാത്രമല്ല,
ബിഗ് ബോസ് ഹൗസിനകത്തുള്ള അധികം പേരൊന്നും അറിഞ്ഞിട്ടില്ല. അവരറിയുന്നതിന് മുന്നേ മിക്കവാറും ഈ പറഞ്ഞ ഒരാഴ്ച കഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ അല്ലായിരിക്കാം, എങ്കിലും ഇവരൊന്നും അറിയാതെ ഈ പറയുന്ന ഒരു സീസൺ കഴിഞ്ഞു പോയാൽ കുറച്ചും കൂടെ ഒന്ന് സീസൺ ദീർഘിപ്പിക്കണം എന്ന് നിങ്ങൾക്ക് തോന്നിയോ? ഏഷ്യാനെറ്റ് ബിഗ് ബോസിന്റെ സീസൺ 7 ഒരു 150 ദിവസം അല്ലെങ്കിൽ ഒരു 110 115 ദിവസത്തേക്കൊന്ന് ആക്കുമോ എന്നൊക്കെ ചോദിക്കാൻ താല്പര്യമുള്ളവർ ഇപ്പൊ കാണുമായിരിക്കും. ഏതായാലും ഈ ഒരു സീസൺ കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും അനീഷ് എന്തിനാണ് അനുമോളോട് ഇപ്പോൾ ഈ ഒരു അവസാന വേളയിൽ പ്രപ്പോസ് ചെയ്തത്? പ്രപ്പോസ് ചെയ്യാൻ ഇനിയും സമയം ഉണ്ടായിരുന്നില്ലേ? ഇതിപ്പോ എല്ലാ ക്യാമറകളും കാണുന്നുണ്ട് എന്ന് അനീഷിന് അറിയാമല്ലോ. അപ്പോൾ പുറത്തൊരു കോണ്ടന്റ് പോകാൻ വേണ്ടി അനീഷ് മനഃപൂർവ്വം ചെയ്തതാണോ എന്ന് സംശയം തോന്നാം. അങ്ങനെ ഒരു കാര്യം ഉണ്ട് അവിടെ. പക്ഷെ ഒരു ഗെയിം സ്ട്രാറ്റജി ആയിട്ടോ നാടകമായിട്ടോ എടുക്കാൻ കഴിയുമോ എന്നറിയില്ല. ഏതായാലും ഇവരുടെ രണ്ടുപേരുടെയും വോട്ടെന്ന് പറയുന്നത്, അനീഷിന്റെ വോട്ടായിക്കോട്ടെ അനുമോളുടെ വോട്ടായിക്കോട്ടെ, ഇവരുടെ ഒരു ഫിക്സഡ് വോട്ടാണ്. ഇപ്പൊ ഈ അനുമോളുടെ ഓരോ കുട്ടിക്കളിയും അല്ലെങ്കിൽ അനുമോള് മനഃപൂർവ്വം അനീഷിനെ വശീകരിക്കാൻ ശ്രമിച്ചത് കൊണ്ടാണ് എന്ന് പറഞ്ഞാലും അനുമോൾക്ക് കൊടുക്കാൻ പോകുന്ന വോട്ടും സപ്പോർട്ടും അത് ഫിക്സഡ് ആണ്. അത് ഒരു കണക്കിന് പറഞ്ഞാൽ മറ്റുള്ള ഈ പറയുന്ന മത്സരാർത്ഥികളുടെ ഫാൻസോ മറ്റുള്ള മത്സരാർത്ഥികളെ സപ്പോർട്ട് ചെയ്യുന്നവരോ ആയിട്ട് അനുമോൾക്ക് ഉണ്ടാക്കി കൊടുത്ത കുറച്ച് PR സപ്പോർട്ട് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത് PR സപ്പോർട്ടല്ല, അതൊരു ഇഷ്ടമാണ് അനുമോളോട് അവർക്ക് തോന്നിയിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ അനീഷിനും സത്യം പറഞ്ഞാൽ തുടക്കം അത്രയും സപ്പോർട്ട് ഇല്ലായിരുന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പാനി എങ്ങാണ്ടാണ് സത്യം പറഞ്ഞാൽ ഈ പറയുന്ന അനീഷിന് ഇത്രയും സപ്പോർട്ട് കൊടുത്തത്. കാരണം അപ്പാനി നോക്കുമ്പോൾ ഓക്കെ കലാകാരന്മാർക്കിവിടെ വിലയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട്, അതുപോലെ തന്നെ ആകാശത്തുനിന്ന് താഴെ ഇറങ്ങി വാ, ഭൂമിയിലേക്ക് ഇറങ്ങി വാ എന്ന് പറഞ്ഞിട്ട് ആര് ജയിക്കും? അനീഷ് ജയിക്കും. അങ്ങനെയാണ് അനീഷിന് ഫാൻസ് ഉണ്ടായത്. അത് അനീഷിന്റെ കുറച്ച് നല്ലതെന്തോ കണ്ട് ആ സിറ്റുവേഷൻ അനുസരിച്ചല്ല, പകരം അനീഷ് എന്ന് പറയുന്ന ഒരു കോമണർ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ട് സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ ബിഗ് ബോസിലായിക്കോട്ടെ. അതുകൊണ്ടാണ് അനീഷിന് അത്രയും സപ്പോർട്ട് കിട്ടിയത്. അപ്പൊ ഈ അനീഷ് ഫാൻസും അനുമോൾ ഫാൻസും തമ്മിൽ തല്ലി ചുമ്മാ അങ്ങോട്ട് അയ്യോ ഞങ്ങളുടെ വോട്ട് പിടിക്കാനാണല്ലേ നിങ്ങളുടെ അനീഷ് ഇങ്ങനെ കാണിച്ചത് എന്ന് പറഞ്ഞ് ഈ പറയുന്ന അനുമോളും നടക്കണ്ട, അനുമോളുടെ വോട്ട് പിടിക്കാൻ വേണ്ടി അനീഷ് നോക്കി എന്ന് പറഞ്ഞാൽ അനീഷിന്റെ ഫാൻസ് നോക്കണ്ട. ഏതായാലും ഈ രണ്ട് ടീമുകാർക്കും കിട്ടേണ്ട വോട്ടുകളൊക്കെ അവിടെ തന്നെ കിട്ടുന്നുണ്ടായിരുന്നിരിക്കാം. പക്ഷേ ബാക്കി കുറെ പേര് ഇതിനകത്തുണ്ടാക്കാൻ പോകുന്ന കുത്തിത്തിരിപ്പുകളെ കുറിച്ച് ഓർക്കുകയാണെങ്കിൽ ആദിലയും നൂറയും അവസരം കിട്ടിയാൽ ഈ പറയുന്ന അനുമോളും അനീഷും തമ്മിലുള്ള ഒരു പ്രണയ പ്രപ്പോസൽ എന്ന് പറയുന്നതിനെ ഒരു ടൂളായിട്ട് ഉപയോഗിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. ഇതിനു മുമ്പും സത്യം പറഞ്ഞാൽ അനുമോള് ആരെ വിശ്വസിച്ച് എന്തവിടെ പറയുന്നുണ്ടോ അതൊക്കെ അനുമോൾക്ക് വിനയായി വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു നെഗറ്റീവ് ഈ ഒരു സീസണിൽ ഈ അവസാന നിമിഷം സംഭവിക്കുമോ എന്നറിയില്ല. ഇനി ഇപ്പം വരെയും എല്ലാവർക്കും ഒരു ഏകദേശം ഒരു കണക്കനുസരിച്ച് ഉറപ്പുള്ളൊരു കാര്യം, ഒന്നുകിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് അനീഷ് ആകാനും സെക്കൻഡ് അനുമോൾ ആകാനും, അല്ലെങ്കിൽ ഫസ്റ്റ് അനുമോള് സെക്കൻഡ് അനീഷ് എന്നുള്ള നിലയിൽ പൊക്കോണ്ടിരിക്കുകയാണ്. ഈ ഒരു കാര്യത്തിൽ ഏതെങ്കിലും ഒരു അവസരത്തിൽ ഷാനവാസോ ആദിലിയോ നൂറിയോ കയറി ഒന്ന് ഹൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് ആർക്കെങ്കിലും കയറി ഫസ്റ്റ് കിട്ടും. എന്തായാലും അക്ബറിന് ഒരു കപ്പ് എന്ന് പറയുന്ന ഒരു പദ്ധതി അത് പൊളിഞ്ഞു പോയ ഒരു സാഹചര്യം ഉണ്ട്. ഇനി അക്ബറിന് അത്രയും ഫാൻസ് ഉണ്ടെങ്കിൽ അത് ഇപ്പോഴേ സോഷ്യൽ മീഡിയയിൽ കാണേണ്ടതാണ്. ആ പറയുന്ന ഫാൻസോ അല്ലെങ്കിൽ അത്രയും സപ്പോർട്ടൊന്നും അക്ബറിന് കിട്ടുന്നതായിട്ട് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. നിങ്ങൾ അത്തരത്തിൽ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ അക്ബർ ഫാൻ ആണെങ്കിൽ ആ ഫാൻ പവർ ഈ ഒരു പേജിന് താഴെ നിങ്ങളൊന്ന് കാണിക്കണം. കാരണം അത്തരത്തിൽ അക്ബറിന് ഒരു വലിയ ഫാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഏതായാലും ഇതൊരു വലിയ ഡ്രാമയാണ്. അല്ലെങ്കിൽ അനീഷ് കാണിക്കുന്നത് വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്, അവസാന നിമിഷം അനുമോൾ ഒറ്റപ്പെട്ടപ്പോൾ കാണിച്ചതാണ് എന്നൊക്കെ ആണെങ്കിലും ഇത് ഈ ഏഷ്യാനെറ്റിനോ അല്ലെങ്കിൽ ഈ ഒരു റിയാലിറ്റി ഷോയ്ക്കോ ഗുണം ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അതിനെ ഒരു പോസിറ്റീവായിട്ട് ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് മാത്രമേ അത് മുന്നോട്ട് അവർ കൊണ്ടുപോകത്തുള്ളൂ. നമ്മൾ എന്തിനാണ് തമ്മിൽ തല്ലുന്നത് എന്ന് നിങ്ങളൊന്ന് അറിഞ്ഞു വെച്ചേക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഇതും കൊണ്ടുവന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം. സീരിയൽ ഗ്രണ്ട് ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയിട്ട് വരാം. ബൈ.